Physical significance of electric dipole. Electric dipole എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി ഈ ഇലക്ട്രിക് ഡൈപോൾ എവിടെയാണ് ഇലക്ട്രിക് ഡൈപോളിന് പ്രസക്തി ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം നോൺ പോളാർ മോളിക്യൂൾസ്. The molecules in which the centers of positive charges and negative charges lie at the same place. ഒരു മോളിക്യൂള് നമുക്കറിയാം എല്ലാ മോളിക്യൂൾസിലും ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസുമാണുള്ളത്. അതിലെ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും ഒരൊറ്റ പോയിന്റിൽ തന്നെ കോയിൻസൈഡ് ചെയ്താൽ അവിടുത്തെ നെറ്റ് ഇഫക്റ്റ് 0 ആണ്. അതായത് അതിന് പൊളാരിറ്റി ഒന്നും ലഭിക്കുന്നില്ല. ഇവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരൊറ്റ പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഒരു ഡൈപോൾ ആയി മാറുന്നില്ല. ഒരു ഡൈപോൾ ആവണമെങ്കിൽ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസിന് ഇടയിൽ ഒരു സെപ്പറേഷൻ വേണം. അപ്പൊ ഡൈപോളുകളൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇത്തരം മോളിക്യൂൾസിൽ ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കുകയില്ല. ഡൈപോൾ മൊമെന്റ് ഈസ് 0 ഫോർ എ നോൺ പോളാർ മോളിക്യൂൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പൊ ഇവിടെ പുറമേ നിന്ന് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഇലക്ട്രിക് ഫീൽഡ് E is equal to 0 ആണ്. അത്തരം സാഹചര്യത്തിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരേ പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് there will be no dipole and there will be no dipole moment. ഇനി എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫീൽഡ് അപ്ലൈ ചെയ്താൽ they develop a dipole moment when an electric field is applied. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് E is not equal to 0 means ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, നെഗറ്റീവ് ചാർജസ് എല്ലാം ഒരു സൈഡിലേക്ക് നീങ്ങി നിൽക്കുന്നു. അതുപോലെ പോസിറ്റീവ് ചാർജസ് എല്ലാം ഇപ്പുറത്തേക്കും നീങ്ങി നിൽക്കുന്നു. അങ്ങനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജിനിടയിൽ ഒരു സെപ്പറേഷൻ വന്നു. അതായത് ദിസ് ഈസ് എ ഡൈപോൾ. അങ്ങനെ ഡൈപോളുകളാണെങ്കിൽ ആ ഡൈപോളുകൾക്കെല്ലാം ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോൺ പോളാർ മോളിക്യൂൾ ആണെങ്കിലും ആ നോൺ പോളാർ മോളിക്യൂളിൽ ഡൈപോൾസ് ഡെവലപ്പ് ചെയ്ത് അവിടെ ഡൈപോൾ മൊമെന്റ് പെർമനന്റ് ആയിട്ട് അതിന് ലഭിക്കുന്നു. അപ്പോൾ ഈ നോൺ പോളാർ മോളിക്യൂൾസിന് ഒരു പൊളാരിറ്റി ലഭിക്കുന്നു. അതൊരു പോളാർ മോളിക്യൂളിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് അതിന് എക്സാമ്പിൾ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, CO2 ആൻഡ് CH4. ഇത് നോൺ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് പോളാർ മോളിക്യൂൾസ് എന്താണെന്ന് കാണാം. The molecules in which the centers of negative charges and positive charges do not coincide. അപ്പോൾ നേരത്തെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് കോയിൻസൈഡ് ചെയ്താണ് നിന്നിരുന്നത്. പോളാർ മോളിക്യൂൾസ് ആണെങ്കിൽ അതിലെ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും കോയിൻസൈഡ് ചെയ്യുന്നില്ല. അവർ ഓരോ ഡൈപോൾസ് ആയിട്ട് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം മോളിക്യൂൾസിന് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. Therefore, they have a permanent electric dipole moment even in the absence of an electric field. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാതെ തന്നെ അവിടെ ഡൈപോൾസ് ഉണ്ടാവുകയും ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ ആയിരുന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാതിരുന്ന സമയത്ത് there is no dipoles and dipole moment. ഇനി ഇവിടെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഒരേ സൈഡിലല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇപ്പുറത്ത് ഇവിടെ നെഗറ്റീവ് ആണ് വരുന്നത്. ഇനി ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, E not equal to 0. അപ്പോൾ നെഗറ്റീവ് ചാർജസ് എല്ലാം ഒരേ സൈഡിലേക്ക് സെപ്പറേറ്റഡ് ആയി. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിലെ പോസിറ്റീവ് പ്ലേറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് ചാർജസ് എല്ലാം ഈ സൈഡിലേക്ക് വന്നത്. അതുപോലെ പോസിറ്റീവ് ചാർജസ് എല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള റീജിയന്റെ അടുത്തേക്ക് നീങ്ങി. അങ്ങനെ ഒരേ ഡയറക്ഷനിൽ എല്ലാ ഡൈപോൾ മൊമെന്റുകളും അലൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡൈപോൾ മൊമെന്റ് അതിന്റെ വാല്യൂ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും കാണാം. ഇത്തരം മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് വാട്ടർ. വാട്ടർ ഈസ് എ പോളാർ മോളിക്യൂൾ. ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഡൈപോള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്നു, അപ്വേർഡ് ഡയറക്ഷനിലാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ഈ ഒരു റീജിയനിൽ കംപ്ലീറ്റ് ആയിട്ടും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ യൂണിഫോം ആണ്. ആ യൂണിഫോം ആയിട്ടുള്ള ഫീൽഡിലാണ് ഈ ഡൈപോൾ, അതായത് -Q ആൻഡ് +Q. There is a separation of distance 2a.
അങ്ങനെ 2a ഡിസ്റ്റൻസ് സെപ്പറേഷനിൽ ഒരു ഡൈപോള് ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഇരിക്കുന്നു. അപ്പോൾ ആദ്യം -q എന്നുള്ള ചാർജ് നോക്കുക. ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഇരിക്കുമ്പോൾ അതിന്മേൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to QE ആണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഓൾറെഡി പഠിച്ചു. E is equal to F by Q. അതിൽ നിന്നും F is equal to Q into E എന്ന് എഴുതാം. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഒരു നെഗറ്റീവ് ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഇരിക്കുമ്പോൾ അതിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്വേർഡ് ഡയറക്ഷനിലാണ്. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആയിരിക്കും. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് -QE. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഉണ്ട്, -QE. അപ്പോൾ നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്വേർഡ് ഡയറക്ഷനിലും അതിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഡൗൺവേർഡ് ഡയറക്ഷനിലുമാണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് -QE ഈസ് ആക്ടിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇനി പോസിറ്റീവ് ചാർജ് നോക്കുക. ഒരു പോസിറ്റീവ് ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ അതിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും, സെയിം ഡയറക്ഷനിലായിരിക്കും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്വേർഡ് ഡയറക്ഷനിലാണ്. അതിനാൽ +Q മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F is equal to QE ആണ്, +QE ആണ്. അതിന്റെ ഡയറക്ഷനും അപ്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കാം. നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് -QE ഈസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് +QE ദാറ്റ് ഈസ് ആക്ടിങ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ഇങ്ങനെ രണ്ട് ഫോഴ്സസ് ആണെങ്കിൽ ഇതിന്മേൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും? ഇവിടെ -QE ആണ്, +QE, that will be 0. That is sum of the forces acting on the dipoles is -QE plus QE, that is equal to 0. അപ്പോൾ ഒരു ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഇരിക്കുമ്പോൾ അതിന്മേൽ നെറ്റ് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഫോഴ്സ് ആണ്, നെറ്റ് ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു ട്രാൻസ്ലേറ്ററി മോഷൻ ഈ ഡൈപോളിന് സംഭവിക്കുന്നില്ല. There is no net force, so there will be no translatory motion for a dipole in uniform electric field. പക്ഷേ ഇവിടെ രണ്ട് ഫോഴ്സസ് ഉണ്ട്. -QE താഴേക്ക് ആക്ട് ചെയ്യുന്നു, +QE മുകളിലേക്കും ആക്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സസ് ഈക്വൽ ആണ്, പക്ഷെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. These two equal and opposite forces, they are separated by a distance 2a. അങ്ങനെ equal and opposite forces separated by a distance ആണെങ്കിൽ it is called as a couple. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. This couple produces a torque. Torque means the rotating effect. അപ്പോൾ QE എന്നുള്ള ഫോഴ്സ് ഇതിനെ മുകളിലേക്ക് വലിക്കുന്നു, -QE എന്നുള്ള ഫോഴ്സ് അതിനെ താഴോട്ട് വലിക്കുന്നു. അപ്പോൾ ഈ ഡൈപോൾ tends to rotate in this direction. ഈ റൊട്ടേറ്റിംഗ് ഇഫക്റ്റിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് വിളിക്കുന്നത്. ഇനി ആ ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു 1 of the forces into perpendicular distance between the forces. 1 of the forces എന്ന് വിളിക്കുമ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സസ് ഉണ്ട്, -QE and +QE. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഫോഴ്സസ് മീൻസ് 1 of the forces means QE. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് 2a. ആ 2a എന്നുള്ള ഡിസ്റ്റൻസ് ഡൈപോളിന്റെ ലെങ്ത് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇവിടം വരെയുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് വരുന്നത് 2a sin θ എന്നാണ്. ഈ ആംഗിൾ θ ആയതുകൊണ്ട് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് ഇപ്രകാരം ഫോം ചെയ്യാം. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് ഈ സൈഡ് വരുന്നത് 2a sin θ ആയിരിക്കും. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ വാല്യൂ QE, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2a sin θ, ദാറ്റ് ഈസ് QE into 2a sin θ. ഇനി Q എന്നത് ചാർജ് ആണ്, 2a എന്നുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ആണ്. അപ്പോൾ Q into 2a എന്നതാണ് ഡൈപോൾ മൊമെന്റ്. വി ഓൾറെഡി സ്റ്റഡീഡ് ഡൈപോൾ മൊമെന്റ് P is equal to Q into 2a. അപ്പോൾ നമുക്ക് Q into 2a എന്നതിന് പകരം P എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടോ ഈസ് ഈക്വൽ ടു PE sin θ എന്ന് കിട്ടും. നമ്മൾ വെക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് രണ്ട് തരം പഠിച്ചിട്ടുണ്ട്.
ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് ക്രോസ് പ്രൊഡക്റ്റ്. അതിൽ ക്രോസ് പ്രൊഡക്റ്റ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റയാണ്. അപ്പോൾ പി ഇ സൈൻ തീറ്റ എന്നതിന് പകരം നമുക്ക് പി ക്രോസ് ഇ എന്ന് എഴുതാം. അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു പി ക്രോസ് ഇ. ഇനി ഇവിടെ എല്ലാ ക്വാണ്ടിറ്റീസും വെക്ടേഴ്സ് ആണ്. പി ഈസ് എ വെക്ടർ, വെക്ടർ നൊട്ടേഷൻ കൊടുക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾസോ എ വെക്ടർ, ടോർക്ക് ഈസ് ഓൾസോ എ വെക്ടർ. അപ്പോൾ ഇക്വേഷൻ ടോർക്ക് is equal to vector P cross vector E. This is the equation for dipole in a uniform electric field. അപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ സിറ്റുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ നെറ്റ് ഫോഴ്സ് 0 ആണ്. അതേസമയം there is a torque acting on the dipole. ഫോഴ്സ് 0 ആയതുകൊണ്ട് there is no translatory motion. പക്ഷെ ടോർക്ക് ഉള്ളതുകൊണ്ട് അവിടെ ഒരു റൊട്ടേറ്ററി മോഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. The direction of torque is perpendicular to both P and E. അപ്പോൾ ഇവിടെ ടോർക്കിന്റെ ഡയറക്ഷൻ P യുടെയും E യുടെയും ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പോൾ P എന്നത് X ഡയറക്ഷനിലും E എന്നത് Y ഡയറക്ഷനിലും ആണെങ്കിൽ ടോർക്കിന്റെ ഡയറക്ഷൻ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ടോർക്കിന്റെ ഡയറക്ഷൻ Z ഡയറക്ഷനിലൂടെ ആയിരിക്കും. This torque will tend to align the dipole with the field E. ഇവിടെ ചിത്രം നോക്കുക. ഇവിടെ ടോർക്കിന്റെ ഡയറക്ഷൻ, ടോർക്ക് ഈസ് ആക്ടിങ്, റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഈ ടോർക്ക് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് അപ്വേർഡ് ഡയറക്ഷനിലാണ്. ഈ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലേക്ക്, അതായത് ഈ ടോർക്ക് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇൻ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാനാണ് ഈ ടോർക്ക് ശ്രമിക്കുന്നത്. നെക്സ്റ്റ്, ടോർക്ക് ഈസ് 0 when P and E are in same direction. പിയും ഇയും സെയിം ഡയറക്ഷനിലാണെങ്കിൽ പി എന്നത് ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതെപ്പോഴും നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ് നമ്മൾ പഠിച്ചു. ഇത് പി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ, ഇ എന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആക്ടിങ് അപ്വേർഡ്സ്. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡും ഇങ്ങോട്ട് തന്നെ ഡൈപോൾ മൊമെന്റും ഇങ്ങനെ തന്നെ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഇവിടെ തീറ്റ വിൽ ബി 0. Then tau is equal to PE sin 0. Sin 0 യുടെ വാല്യൂ 0 ആണെന്ന് അറിയാം. Therefore torque tau is equal to 0. അപ്പോൾ അവിടെ ടോർക്ക് ഉണ്ടാവുന്നില്ല. There will be no rotating effect. Torque is maximum when P and E are perpendicular. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ പിയുടെ വാല്യൂ കറക്റ്റ് 90 ഡിഗ്രിയിൽ ഇങ്ങനെയാണ്, ഈ ഡൈപോൾ ഇരിക്കുന്നത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ പിയും ഇക്കും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി അങ്ങനെ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു PE സൈൻ 90. സൈൻ 90യുടെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് ടോ ഈസ് ഈക്വൽ ടു PE, ദാറ്റ് ഈസ് മാക്സിമം ടോർക്ക്. ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഡൈപോൾ യൂണിഫോം ഫീൽഡിൽ പ്ലേസ് ചെയ്തതാണ്. അപ്പോൾ അതിന്മേൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണെന്ന് കണ്ടു. പക്ഷെ ഒരു ടോർക്ക് അതിന്മേൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ടോർക്ക് ഉള്ളത് കൊണ്ട് ആ ഡൈപോളിന് ഒരു റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകുന്നതായിട്ടും നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഡൈപോൾ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നതാണ്. ഒരു ഡൈപോൾ ശ്രദ്ധിക്കുക, ഒരു -q ആൻഡ് +q. അപ്പോൾ ഇതൊരു ഡൈപോൾ ആണ്. ഈ ഡൈപോളിന്മേൽ ആക്ട് ചെയ്യുന്ന ഡൈപോൾ മൊമെന്റ്, ആ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ -qൽ നിന്ന് +qയിലേക്കാണ് ഡൈപോൾ മൊമെന്റ് ആക്ട് ചെയ്യുന്നത്. പിയുടെ ഡയറക്ഷൻ ഇപ്രകാരമാണ്. അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡും അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് P ആൻഡ് E ആർ പാരലൽ. പിയും ഇയും പാരലൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം അല്ല. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഈ ഏറോ മാർക്ക് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡിന് ഇന്റൻസിറ്റി കുറവാണ്. ഇങ്ങോട്ട് പോകുന്തോറും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടി വരുന്നു. ഇവിടെ എത്തുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൂടുന്ന ഡയറക്ഷൻ ആണിത്. അതായത് നെഗറ്റീവ് ചാർജ് ഇരിക്കുന്നിടത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറവാണ്, പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നിടത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടുതലാണ്. ഇനി ഓരോ ചാർജിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാം. ആദ്യം നെഗറ്റീവ് ചാർജ് എടുക്കുക. ഈ നെഗറ്റീവ് ചാർജിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം -QE. ഇനി അതിന്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. നെഗറ്റീവ് ചാർജിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണ്.
അങ്ങനെയാണെങ്കിൽ അതിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. ഇനി പോസിറ്റീവ് ചാർജ് ശ്രദ്ധിക്കുക. പോസിറ്റീവ് ചാർജിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് ക്യൂ ഇ ആണ്. ഈ പ്ലസ് ക്യൂ ഇയുടെ ഡയറക്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായതുകൊണ്ട് പ്ലസ് ക്യൂ ഇയുടെ ഡയറക്ഷനും ഇതുപോലെ ടുവേർഡ്സ് റൈറ്റ് തന്നെയായിരിക്കും. ഇനി ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി യൂണിഫോം അല്ല എന്ന് പറഞ്ഞു. ഇവിടെ ഇന്റൻസിറ്റി കുറവാണ്. അതുകൊണ്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇയുടെ വാല്യൂ കുറവായതുകൊണ്ട് മൈനസ് ക്യൂഇന്റെ മാഗ്നിറ്റ്യൂഡ് കുറവാണ്. അതുകൊണ്ട് ഇത് ചെറിയ ലൈൻ സെഗ്മെന്റ് ആണ്, നീളം കുറവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഭാഗത്ത് ഇന്റൻസിറ്റി കൂടുതലായതുകൊണ്ട് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇയുടെ വാല്യൂ ഇവിടെയും കൂടുതലായതുകൊണ്ട് ഈ ഫോഴ്സ് പോസിറ്റീവ് ചാർജിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡ് കുറച്ചും കൂടി കൂടുതലാണ്. അതുകൊണ്ട് ഇത് കുറേയും കൂടി നീളം കൂടുതലുള്ള ലൈനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മൈനസ് ക്യൂഇയുടെ മാഗ്നിറ്റ്യൂഡ് കുറവും പ്ലസ് ക്യൂഇയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുതലുമാണ്. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് വരുന്നത് ഏത് ഡയറക്ഷനിലാണോ കൂടുതൽ ഫോഴ്സ് ഉള്ളത് ആ ഡയറക്ഷനിലായിരിക്കും നെറ്റ് ഫോഴ്സ് വരുന്നത്. സോ ഡയറക്ഷൻ ഓഫ് നെറ്റ് ഫോഴ്സ് ഈസ് ടുവേർഡ്സ് റൈറ്റ്. ഈ ഡയറക്ഷനിലേക്കായിരിക്കും നെറ്റ് ഫോഴ്സ് വരുന്നത്. ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിംഗ് ഫീൽഡും ഇത് തന്നെ. അപ്പൊ ഇങ്ങോട്ട് വരുന്നിടത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടി വരുന്നു. അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ കേസിൽ നെറ്റ് ഫോഴ്സും വരുന്നത്. ഇങ്ങനെ ഒരു നെറ്റ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഫോഴ്സ് ആണ് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്, ഒരു ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഡൈപോളിന് ഒരു ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാകുന്നതിന് ഈ നെറ്റ് ഫോഴ്സ് കാരണമാകുന്നു. ഇനി അടുത്ത സിറ്റുവേഷൻ ശ്രദ്ധിക്കുക. പി ആന്റി പാരലൽ ടു ഇ. ഇവിടെ നോക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ പി വരുന്നത് ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ ഡൈപോൾ പ്ലേസ് ചെയ്തിരിക്കുന്ന വ്യത്യാസമുണ്ട്. ഇവിടെ മൈനസ് ക്യൂ ഇവിടെയും പ്ലസ് ക്യൂ ഇവിടെയായിരുന്നു. അതേസമയം ഇവിടെ പ്ലസ് ക്യൂ ഇവിടെയും മൈനസ് ക്യൂ ഇവിടെയാണ്. അപ്പോൾ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ വരുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഇങ്ങോട്ടാണ്. അപ്പോൾ പിയുടെയും ഇയുടെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ ആന്റി പാരലൽ ആണെന്ന് പറയാം. ഇനി നമുക്ക് ഫോഴ്സസ് നേരത്തെ പോലെ തന്നെ കാണാം. ആദ്യം പോസിറ്റീവ് ചാർജിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് ക്യൂ ഇ, അത് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, അപ്പോൾ പ്ലസ് ക്യൂ ഇയുടെ ഡയറക്ഷനും ഇങ്ങോട്ട് തന്നെ. ഇനി നെഗറ്റീവ് ചാർജിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കാം, അതെപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ മൈനസ് ക്യൂ ഇയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇനി ഇവിടേക്ക് നോക്കുക, ഈ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറവാണ്. അതുകൊണ്ട് പ്ലസ് ക്യൂ ഇയുടെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. ഇങ്ങോട്ട് പോകുന്നതോറും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടുന്നു. അതുകൊണ്ട് മൈനസ് ക്യൂ ഇയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്. അപ്പൊ ഈ ലൈൻ ചെറിയ ലെങ്ത്തിലും ഇത് കൂടുതൽ ലെങ്ത്തും കാണിക്കുന്നത് ഇവിടെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്. അപ്പൊ ഏത് ഭാഗത്താണോ ഫോഴ്സ് കൂടുതൽ ആ ഡയറക്ഷനിലേക്ക് ആയിരിക്കും നെറ്റ് ഫോഴ്സ് വരുന്നത്. സോ ഡയറക്ഷൻ ഓഫ് നെറ്റ് ഫോഴ്സ് ഈസ് ഫ്രം ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ്. അപ്പൊ ഇത് വലുതായതുകൊണ്ട് ഈ ഡയറക്ഷനിലേക്കാണ്. ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിംഗ് ഫീൽഡോ, ഇൻക്രീസിംഗ് ഫീൽഡ് ഇങ്ങോട്ടാണ്. അതേസമയം നെറ്റ് ഫോഴ്സ് വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഡൈപോൾ പ്ലേസ് ചെയ്യുന്നതിന് വ്യത്യാസം അനുസരിച്ച് ആ ഡയറക്ഷനും മാറി വരാം. ഏതായാലും ഇങ്ങോട്ട് നെറ്റ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് ആ ഫോഴ്സ് ആ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാക്കാൻ കാരണമാകുന്നു. നോക്കുക, ഇൻ നോൺ യൂണിഫോം ഫീൽഡ് ദർ ഈസ് ടോർക്ക് ആസ് വെൽ ആസ് നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെ രണ്ട് ഫോഴ്സസ് ഉണ്ട്. ഇവിടെ ആയാലും മൈനസ് ക്യൂ ഉണ്ട്, പ്ലസ് ക്യൂ ഉണ്ട്. അതിനിടയിൽ ഒരു ഡിസ്റ്റൻസും ഉണ്ട്. ഇവിടെ ആയാലും പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ടോർക്ക് ഇവിടെയും ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഒരു നെറ്റ് ഫോഴ്സും കൂടി ഇവിടെ ആക്ട് ചെയ്യും. ഇപ്പൊ യൂണിഫോം ഫീൽഡിലാണെങ്കിൽ ദർ ഈസ് ഓൺലി ടോർക്ക്, നോ ഫോഴ്സ്. നോൺ യൂണിഫോം ഫീൽഡിലാണെങ്കിൽ ദർ ഈസ് ടോർക്ക് ആസ് വെൽ ആസ് നെറ്റ് ഫോഴ്സ് ഓൺ ദി ഡൈപോൾ. Thus the dipole has rotational and translational motion. അപ്പോൾ ഒരു ടോർക്ക് പ്രൊഡ്യൂസസ് റൊട്ടേഷണൽ മോഷൻ, അതേസമയം ഒരു നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ഫോഴ്സ് ഉള്ളതുകൊണ്ട് ആ ഫോഴ്സ് ഒരു ട്രാൻസ്ലേഷണൽ മോഷനും കൂടി പ്രൊഡ്യൂസ് ചെയ്യും. യൂണിഫോം ഫീൽഡിലാണെങ്കിൽ ദർ ഈസ് ഓൺലി റൊട്ടേഷണൽ മോഷൻ മാത്രമേ ഉള്ളൂ. നെറ്റ് ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ട്രാൻസ്ലേഷൻ ഉണ്ടാകുന്നില്ല. ഇവിടെ റൊട്ടേഷണൽ മോഷനും ഉണ്ട്, ഒപ്പം ട്രാൻസ്ലേഷണൽ മോഷനും കൂടി ഇവിടെ ഉണ്ടാകും.